ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷിൻ്റെയും നിധിയുടെയും സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സുഭാഷിൻ്റെയും നിധിയുടെയും പുതിയ വിശേഷങ്ങളുമായിട്ട് എത്തുകയാണ്. എന്തായാലും പുതിയ വിശേഷമായതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമല്ലായിരിക്കും. എങ്കിലും സുഭാഷിൻ്റെയും നിധിയുടെയും കഥ വളരെ നമ്മളെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിൻ്റെ കോണിലെവിടെ തട്ടുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത്. സുഭാഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കി കാണാൻ കഴിയത്തുള്ളൂ. കാരണം സ്ത്രീകൾ വാഴാത്ത ഒരു വീട്ടിലെ, ഒരു പാവപ്പെട്ട വീട്ടിലെ, അല്ലെങ്കിൽ സമൂഹം വളരെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുന്ന ഒരു വീട്ടിലെ 4 ആൺമക്കൾ, ഒരച്ഛനും. അങ്ങനെ അവർ പരസ്പരം സഹോദരങ്ങൾ മുഖത്തോട് മുഖം നോക്കിയ പരസ്പരം തമ്മിത്തല്ലും ചീത്തവിളിയും അടിപിടിയും ഒക്കെയായിട്ട് വാക്കുകൾ കൊണ്ടും കൈകൾ കൊണ്ടുമൊക്കെ പോരാടുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡിലൂടെ കാണാം. അങ്ങനെ സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാത്ത ഒരു കുടുംബമായിട്ടാണ് സുഭാഷിൻ്റെ കുടുംബത്തെ കാണാൻ കഴിയുന്നത്. ാണ് നമ്മുടെ കഥയിലെ താരമുണ്ട്. സുഭാഷാണ് ആ കുടുംബത്തിലെ ഈ 4 ആമക്കളിൽ മൂത്തയാണ്. അദ്ദേഹത്തിന് വിവാഹാലോചനയുമായിട്ട് നടക്കിയ 13 വിവാഹാലോചന നടത്തി. പക്ഷേങ്കിൽ ഒന്നും അവൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബ മഹിമ കണ്ട് എല്ലാ കല്യാണവും മുടങ്ങിപ്പോവുകയും ആരും പെണ്ണു കൊടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസം എപ്പിസോഡിലുണ്ട്. കാരണം തൻ്റെ അച്ഛനാണ്, 2 കെട്ടിയ അച്ഛൻ. എന്നിട്ടും സ്ത്രീകൾ ആ കുടുംബത്തെ വാഴുന്നില്ലെന്നും മാത്രമല്ല, തൻ്റെ അച്ഛൻ മദ്യപിച്ച് മതോന്മത്തനായി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം കവലകളിൽ കൂടെ തെണ്ടി അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസത്തെ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ എപ്പിസോഡുകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് നമുക്ക് ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എന്നിരുന്നാലും സുഭാഷ് ആ കുടുംബത്തിന് വേണ്ടി തന്നെ അനിയന്മാർക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും അതുപോലെ മേസ്തിരിപ്പണിക്ക് പോവുകയും വീട്ടുകാര്യങ്ങളെല്ലാം തൂത്തുവാരുകയും ആഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു നല്ല യുവാവാണ്, നല്ല സ്വഭാവത്തിന് ഉടമയാട്ടോ. ഭാഗത്ത് നമ്മുടെ കഥാനായികനെയാണ് കാണാൻ പോകുന്നത്. നിധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്. ഒരു വലിയൊരു കുടുംബത്തിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. പഠിത്തത്തിലാകട്ടെ ബ്രില്യൻ്റ് ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ സ്വർണ്ണ മെഡലോടുകൂടി ഗ്രാജുവേറ്റ് ചെയ്തു. അങ്ങനെ ആളുകൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും വീട്ടുകാർക്കെല്ലാം തങ്കമായി മാറിയ നിധിയുടെ ജീവിതമാണ് ഏറ്റവും രസകരമെന്ന് പറയുന്നത്. എന്നാൽ സുഭാഷിനേക്കാളൊക്കെ വ്യത്യസ്തമായി പോകുന്ന ചില സാഹചര്യങ്ങൾ നിധിയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ, അല്ലെങ്കിൽ കാണുന്ന ആദ്യത്തെ ദിവസം തന്നെ ഗോൾഡ് മെഡൽ വാങ്ങി സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ പറയുന്നത് തനിക്ക് വിവാഹത്തെക്കുറിച്ച് ഒരു ആലോചനയില്ല, തനിക്ക് പഠിച്ച് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് എടുക്കുക, അങ്ങനെ വെളിരാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛനും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ചകൾ വളരെ വിഭിന്നമായിരുന്നു. വീട്ടിൽ സന്തോഷത്തോടു കൂടി എത്തിയ നിധിയെ കാത്തിരിക്കുന്ന ഒരു വിവാഹ ആലോചനയായിരുന്നു. താൻ സ്റ്റേജിൽ പ്രസംഗിച്ച് വന്നതിന് വിപരീതമായി തൻ്റെ അച്ഛനും വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ നിധിയെ വിവാഹം കഴിപ്പിച്ച് വിടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിധി എതിർക്കുന്നുണ്ടെങ്കിലും ആ എതിർപ്പിനെ വകവെക്കാതെ നിധിയെ വാക്കുകൾ കൊണ്ട് മയപ്പെടുത്തി വിവാഹ ആലോചനയും അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി ഒരുക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. അതിനുശേഷം കാണുന്ന നമ്മുടെ സുഭാഷും ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി, സുഭാഷിൻ്റെ വിവാഹം നടക്കുകയില്ല. പക്ഷെങ്കിൽ ഇത് 13ാമത്തെ വിവാഹാലോചന നടക്കുവാൻ വേണ്ടി പോവുക, അതല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോവുകയാണ്. പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, സമ്പന്നമായ കുടുംബത്തിലേക്ക്, അതായത് നിധിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ സുഭാഷും തൻ്റെ അനിയന്മാരും അച്ഛനും പെണ്ണ് കാണാൻ ചെല്ലുന്ന, അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ആ സമ്പന്നമായ കുടുംബത്തിലേക്ക് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന സുഭാഷ് വിവാഹാലോചനയുമായി ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വൈകിട്ടത്തെ പ്രൊമോ വിശേഷത്തിൽ കാണാം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.